Good morning, students. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കാൻ പോകുന്നത് ബാക്ടീരിയനെ കുറിച്ചാണ്. അതായത് ബാക്ടീരിയൻ്റെ സ്ട്രക്ചർ, ക്ലാസിഫിക്കേഷൻ ഇതൊക്കെയാണ് ഇന്ന് ഒരു വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഓക്കെ, നമുക്ക് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ മൈക്രോസ്കോപ്പിക് ഓർഗാനിസം. അതായത് ഒരു മൈക്രോസ്കോപ്പിക് ഓർഗാനിസമാണ് എന്ത് ബാക്ടീരിയ എന്ന് പറയുന്നത്. മൈക്രോസ്കോപ്പിലൂടെ മാത്രമേ ഈ ഒരു ബാക്ടീരിയസിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കാണാൻ പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ ഇതൊരു സിംഗിൾ സെൽഡ് ഓർഗാനിസമാണ്. ബാക്ടീരിയ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ആൻഡ് സിംഗിൾ സെൽഡ് ഓർഗാനിസം കൂടിയാണ്. ഒരു ഒറ്റ സെല്ലായിട്ട് കാണപ്പെടുന്ന ഒരു ഓർഗാനിസമാണ് എന്ത് ബാക്ടീരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദാറ്റ് ഡ്രൈവ് ഇൻ ഡ്രൈവേഴ്സ് എൻവയോൺമെൻറ്റ്, നമ്മുടെ ഒരു എൻവയോൺമെൻറ്റിലെ എല്ലാ ഭാഗത്തും വ്യാപിച്ച് കിടക്കുന്ന ഒരു ബാക്ടീരിയ, അത് എല്ലാ ഭാഗത്തും കാണപ്പെടുന്ന ഒരു ഓർഗാനിസം കൂടിയാണ് എന്ത് ബാക്ടീരിയ എന്ന് പറയുന്നത്. അതുപോലെ ഈ ബാക്ടീരിയാസിനെ നമ്മുടെ സോയില്, ഓഷ്യനില്, അതുപോലെ ഇൻസൈഡ് ദി ഹ്യൂമൻ ഗട്ട്, നമ്മുടെ ഹ്യൂമൻസിൻ്റെ ബോഡിയുടെ ഉള്ളിലും അതുപോലെ ഓഷ്യന്, സോയില് ഇതിലൊക്കെ ജീവിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? ഈ ബാക്ടീരിയാസിനുണ്ട്. അതുപോലെ തന്നെ ഇത് ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഒരു ഓർഗാനിസം മാത്രമല്ല. ബാക്ടീരിയ റെപ്രസെൻ്റ് എ ലാർജ് ആൻഡ് ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് മൈക്രോ ഓർഗാനിസം. ഇതിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം തന്നെ നമ്മുടെ ഈ ഒരു എൻവയോൺമെൻറ്റിൽ ഡിസ്കവർ ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഇതെങ്ങനെയൊക്കെ എക്സിസ്റ്റ് ചെയ്ത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ഓർഗാനിസം, ഈ ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയയൊക്കെ എങ്ങനെയാണ് കാണപ്പെടുന്നത് വെച്ചാൽ സിംഗിൾ സെല്ലായിട്ടോ അല്ലെങ്കിൽ സെൽ ക്ലസ്റ്റേഴ്സ് ആയിട്ടൊക്കെയാണ് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയാസ്, ലാർജ് ആൻഡ് ഡൈവേഴ്സ് ഗ്രൂപ്പ് ഓഫ് ബാക്ടീരിയാസ് കാണപ്പെടുന്നത്. സിംഗിളായിട്ടോ അത് ഒറ്റ സെല്ലായിട്ടോ അല്ലെങ്കിൽ സെൽ ക്ലസ്റ്റേഴ്സ്, അതായത് ഒരു കൂട്ടമായിട്ടൊക്കെയാണ് ഈ ഒരു ബാക്ടീരിയാസ് നമ്മുടെ എൻവയോൺമെൻറ്റിൽ കാണപ്പെടാറ്. ഓക്കെ, അതുപോലെ തന്നെ ഈ ബാക്ടീരിയാസ് മെയിനായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത് അതായത് ഹാംഫുൾ അല്ലാത്ത ബാക്ടീരിയ ആയിട്ട് നമുക്ക് ബാക്ടീരിയാസിനെ തരംതിരിക്കാം. അതായത് ഹാംഫുൾ എഫക്റ്റ് പറഞ്ഞാൽ നമ്മുടെ ഹ്യൂമൻസിന് അതുപോലെ പ്ലാന്റ്സിന്, അനിമൽസിനൊക്കെ ഹാംഫുൾ ആയിട്ടുള്ള എഫക്റ്റ് തരുന്ന ബാക്ടീരിയാസും ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ പർപ്പസിന് ആവശ്യമായിട്ടുള്ള യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയാസും നമ്മുടെ ഈ എൻവയോൺമെൻറ്റിൽ പ്രസൻ്റ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ ദേ സപ്പോർട്ട് മെനി ഫോംസ് ഓഫ് ലൈഫ്, ബോത്ത് പ്ലാന്റ്സ്, ആനിമൽസ്, ആൻഡ് ദേ ആർ യൂസ്ഡ് ഇൻ ഇൻഡസ്ട്രിയൽ ആൻഡ് മെഡിസിനൽ പ്രോസസ്സ്. നമ്മൾ പറഞ്ഞു യൂസ്ഫുൾ, നമ്മൾ പർപ്പസിന് ആവശ്യമായിട്ടുള്ള യൂസ് ചെയ്യാൻ പറ്റുന്ന ബാക്ടീരിയാസും നമ്മുടെ എൻവയോൺമെൻറ്റിലുണ്ട്. അത് നമ്മുടെ ഈ പ്ലാന്റ്സിന്, അനിമൽസിന് ഇതിൻ്റെ ഗ്രോത്തിനും വേറെ വല്ല ഇതിൻ്റെ ലൈഫ് സൈക്കിളും ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ ചില ഈ ബാക്ടീരിയാസിന് കഴിവുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, അതായത് നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ, അതുപോലെ തന്നെ വാട്ടർ ഇൻഡസ്ട്രീസിൽ, അങ്ങനെയുള്ള മെഡിസിനൽ ഇൻഡസ്ട്രീസിലൊക്കെ നമുക്ക് ഈ ബാക്ടീരിയാസിൻ്റെ പ്രസൻസ് ആവശ്യമാണ്, യൂസ്ഫുള്ളാണ് നമുക്ക് ഇതിൻ്റെ ഒരു പ്രസൻസ് എന്ന് പറയുന്നത്. അതായത് ബാക്ടീരിയാസ്, അതായത് ഹാംഫുൾ അല്ലാത്ത ബാക്ടീരിയാസ് നമുക്ക് പ്ലാന്റ്സ്, അനിമൽസിൻ്റെ ഗ്രോത്തിന് വേണ്ടിയിട്ടും അതുപോലെ നമുക്ക് മെഡിസിൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ നമ്മൾ ഫുഡ് ഉണ്ടാക്കുന്ന ആ ഒരു ഇൻഡസ്ട്രീസിലൊക്കെ നമുക്ക് ഈ നല്ല ഹാംഫുൾ അല്ലാത്ത ബാക്ടീരിയാസിനെ യൂസ്ഫുൾ ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ബാക്ടീരിയ എന്നുള്ള സെല്ലിനെ ആദ്യമായിട്ട് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തത് ആൻ്റണി വാൻ ലീവൻഹുക്ക് എന്ന സയൻറ്റിസ്റ്റാണ്. ഓക്കെ, 1676 ആൻ്റണി വാൻ ലീവൻഹുക്ക് എന്ന സയൻറ്റിസ്റ്റാണ് ഈ ഒരു ബാക്ടീരിയൻ്റെ സെല്ലിനെ ആദ്യമായിട്ട് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്തത്. പറഞ്ഞു ബാക്ടീരിയക്ക് മെയിനായിട്ടും 2 പ്രൊട്ടക്റ്റീവ് കവറിങ് ലെയേഴ്സ് എന്ന് പറഞ്ഞു. ഒന്ന് ഔട്ടർ സെൽ വാളും, സെക്കൻഡ് വൺ ഇന്നർ സെൽ മെംബ്രെയിനും. ഇതിൽ ഇന്നർ സെൽ മെംബ്രെയിനാണ് ബാക്ടീരിയ സെല്ലിൻ്റെ ഉള്ളിലായിട്ട് ഇന്നറായിട്ട് കാണപ്പെടുന്ന ലെയറിനെയാണ് നമ്മൾ ഇന്നർ സെൽ മെംബ്രെയിൻ എന്ന് പറയാം. അതുപോലെ തന്നെ സെൽ മെംബ്രെയിൻ എന്ന് പറയാം, അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ എന്നും പറയും. ഇത് ഈ ഒരു ഫസ്റ്റ് ലെയർ എന്താണ്? സൈറ്റോപ്ലാസം എന്നുള്ള ബാക്ടീരിയൻ്റെ ഒരു പാർട്ടുമായിട്ട് ക്ലോസ് ചെയ്തിട്ടാണ് ഈ ഒരു ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ കാണപ്പെടുന്നത്. ഈ സൈറ്റോപ്ലാസത്തിലാണ് എന്തൊക്കെ? റൈബോസോം, ന്യൂക്ലിയോഡ്, അതായത് DNA, അതുപോലെ തന്നെ പ്ലാസ്മിഡ്, ക്രോമസോം, ഇങ്ങനെയുള്ള മെറ്റീരിയൽസ് ഒക്കെ കാണപ്പെടുന്നത് ഈ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലായിട്ടാണ്. ഓക്കെ, ഈ സൈറ്റോപ്ലാസത്തിനെ എൻക്ലോസ് ചെയ്തിട്ടാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ ആയിട്ടുള്ള സെൽ മെംബ്രെയിൻ അല്ലെങ്കിൽ പ്ലാസ്മ മെംബ്രെയിൻ ഒക്കെ കാണപ്പെടുന്നത്. Okay, this is about the first layer, and the second layer ആണ് നമ്മൾ നമ്മൾ പറയാ സെൽ വാൾ. ഓക്കെ, സെൽ വാൾ എന്ന് പറയുന്നത് നമ്മളെ ബാക്ടീരിയൻ്റെ രണ്ടാമത്തെ ലെയറിനെയാണ് സെൽ വാൾ എന്ന് പറയാം. ഈ ഒരു സെൽ വാൾ കണ്ടെയ്ൻ ചെയ്തിട്ടുള്ളത് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്നൊരു കോമ്പൗണ്ട് കൊണ്ടാണ് ഇത്
കണ്ടെയ്ൻ ചെയ്തിട്ടില്ല. ഉണ്ടാക്കിയിട്ടുള്ളത് ഈ സെൽ വാൾ ഉണ്ടാക്കിയിട്ടുള്ളത് പെപ്റ്റിഡോഗ്ലൈക്കൻ എന്നൊരു കോമ്പൗണ്ട് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സെൽ വാളാണ് നമ്മുടെ ഈ ഒരു ബാക്ടീരിയൽ സെല്ലിന് ആവശ്യമായിട്ടുള്ള ഷേപ്പും സൈസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് ഈ ഒരു സെൽ വാൾ എന്ന സെക്കൻഡ് ലെയർ ആണ്. അതുപോലെ തന്നെ ഒരു പുറത്തുനിന്നൊരു ബാക്ടീരിയ വേറെ വന്നു കഴിഞ്ഞാൽ പുറത്തുനിന്നുള്ള വേറൊരു ഹാംഫുൾ ആയിട്ടുള്ള ബാക്ടീരിയൻ്റെ അറ്റാക്കിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ടോക്സിക് ആയിട്ടുള്ള സബ്സ്റ്റൻസിൻ്റെ അറ്റാക്കിൽ നിന്നൊക്കെ നമ്മുടെ ഈ ഒരു ബാക്ടീരിയൽ സെല്ലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സെക്കൻഡ് ലെയർ ആയിട്ടുള്ള സെൽ വാളാണ്. ഈ സെക്കൻഡ് ലെയറായിട്ടുള്ള സെൽ വാളാണ് എന്ത് ഒരു പുറത്തുനിന്ന് വരുന്ന ടോക്സിക് സബ്സ്റ്റൻസിൻ്റെ അറ്റാക്കിൽ നിന്നും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ബാക്ടീരിയാസിൻ്റെ ഉപദ്രവത്തിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് ഈ ഒരു സെക്കൻഡ് ലെയർ ആയിട്ടുള്ള സെൽ വാളാണ്. ഓക്കെ, നെക്സ്റ്റ് ലെയർ ആണ് പറഞ്ഞു. ചില ബാക്ടീരിയാസിൻ്റെ കേസിൽ ഒരു തേർഡ് ലെയറും കൂടി എക്സ്ട്രാ ഒരു ലെയറും കൂടി പുറത്ത് കാണപ്പെടാറുണ്ട്. അതിനെയാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. അതാണ് ക്യാപ്സ്യൂൾ. ഈ ക്യാപ്സ്യൂൾ നമ്മുടെ സെൽ വാളിൻ്റെ സെക്കൻഡ് ലെയർ ആയിട്ടുള്ള സെൽ വാളിൻ്റെ തൊട്ട് അടുത്തായിട്ടായിരിക്കും ഈ ഒരു തേർഡ് ലെയർ കാണപ്പെടാറ്. ഈ ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ വെരി തിക്കായിട്ട് കാണപ്പെടുന്ന ഒരു ലെയറാണ് എന്ത് ക്യാപ്സ്യൂൾ. അത് ഇസ് കമ്പോസ്ഡ് ഓഫ് പോളിസാക്കറൈഡ്. പോളിസാക്കറൈഡ് എന്ന കോമ്പൗണ്ട് കൊണ്ടാണ് ഈ ഒരു തിക്കായിട്ടുള്ള ക്യാപ്സ്യൂൾ ലെയർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ ഒരു തേർഡ് ലെയറും നമ്മുടെ ആ ബാക്ടീരിയക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിവുള്ള ഒരു ലെയറും കൂടിയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഇതാണ് മെയിനായിട്ടും കാണപ്പെടുന്ന നമ്മുടെ ബാക്ടീരിയാസിൻ്റെ 3 ലെയേഴ്സ്. അതായത് പ്ലാസ്മ മെംബ്രെയിൻ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ, സെൽ വാള് ആൻഡ് ക്യാപ്സ്യൂൾ. ഈ 3 ലെയറാണ് മെയിനായിട്ടും ഒരു ബാക്ടീരിയൻ്റെ സെല്ലിൽ കാണപ്പെടുന്ന സ്ട്രക്ചർ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഏത് ഫ്ലജെല്ല എന്ന് പറയുന്നത്. ഓക്കെ, ഫ്ലജെല്ല ഇത് ബാക്ടീരിയൽ സർഫസ്, അതായത് പ്ലാസ്മ മെംബ്രെയിൻ്റെ അല്ലെങ്കിൽ സെൽ മെംബ്രെയിൻ്റെ സർഫസ് നിന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്ന പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക ഫ്ലജെല്ല എന്ന് പറയുന്നത്. ഈ ഒരു ഫ്ലജെല്ല എന്ന പാർട്ട് ലോങ് ആൻഡ് ഫ്ലെക്സിബിൾ ആണ്. നല്ല നീളത്തിൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഈ പാർട്ടിനെയാണ് നമ്മൾ എന്ത് പറയുക ഫ്ലജെല്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഫ്ലജെല്ല എന്ന പാർട്ടാണ് ഒരു ബാക്ടീരിയൻ്റെ ലോക്കോമോട്ടറി ഓർഗൻ. ഓക്കെ, ലോക്കോമോട്ടറി ഓർഗൻ എന്ന് പറയുന്നത് ഫ്ലജെല്ലയാണ്. അതായത് ലോക്കോമോട്ടറി എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റിന്, ഒരു ബാക്ടീരിയനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഓർഗനാണ് ഏത് ഈ ഫ്ലജെല്ല എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലജെല്ല പ്രസൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസിനെ നമുക്ക് എന്താ പറയുക മോട്ടൈൽ ബാക്ടീരിയ എന്ന് പറയാൻ പറ്റും. അതായത് ഫ്ലജെല്ല, അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഒരു ബാക്ടീരിയനെ നോക്കുമ്പോൾ അത് ഫ്ലജെല്ല കാണുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ മോട്ടൈൽ ബാക്ടീരിയ എന്ന് പറയാം. മോട്ടൈൽ എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പാർട്ട്. അതായത് ഫ്ലജെല്ല ഉള്ള ഒരു ബാക്ടീരിയാസിന് മാത്രമേ മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഫ്ലജെല്ല പ്രസൻ്റ് ആയിട്ടുള്ള ബാക്ടീരിയാസിന് നമ്മൾ എന്താ പറയുക മോട്ടൈൽ ബാക്ടീരിയ എന്ന് പറയും. അപ്പോൾ മോട്ടൈൽ ബാക്ടീരിയ അതായത് ഫ്ലജെല്ല പ്രസൻ്റ് ആയിട്ടുള്ള ഒരു ബാക്ടീരിയക്ക് എക്സാമ്പിളാണ് സ്യൂഡോമോണാസ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു പാർട്ടാണ് ഫിംബ്രിയെ അല്ലെങ്കിൽ പിലി എന്ന് പറയും. ഓക്കെ, ഫിംബ്രിയെ അല്ലെങ്കിൽ പിലി, ഈ ഒരു ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ് ബാക്ടീരിയൽ സെല്ലിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ഫിംബ്രിയ അല്ലെങ്കിൽ പിലി എന്ന് പറയുന്നത്. ഈ ഒരു പാർട്ട് ഹെയർ ലൈക്ക് സ്ട്രക്ചർ, അതായത് ചെറിയ മുടി പോലെ ആയിട്ടായിരിക്കും ബാക്ടീരിയൻ്റെ സെല്ലിൻ്റെ പുറത്തായിട്ട് ഒരു കുഞ്ഞു മുടി പോലെ ആയിട്ടായിരിക്കും ഈ ഒരു ഫിംബ്രിയ കാണപ്പെടാറ്. അതുപോലെ ഇറ്റ് ഈസ് അറ്റാച്ച്ഡ് ടു ദി സെൽ വാൾ, അതായത് സെൽ വാളിൽ അറ്റാച്ച് ചെയ്തിട്ടായിരിക്കും കാണപ്പെടാറ്. ദേ ആർ ഷോർട്ടർ ആൻഡ് തിന്നർ ദാൻ ഫ്ലജെല്ല. അതായത് നമ്മൾ പറഞ്ഞു സെൽ മെംബ്രെയിനിൽ ഒരു എക്സ്റ്റെൻഡ് ആയിട്ടുള്ള പാർട്ട് കാണപ്പെടുന്നത് അതിനെയാണ് ഫ്ലജെല്ല എന്ന് പറയുന്നത്. ആ ഫ്ലജെല്ല ആണ് ഒരു നല്ല നീളത്തിലുള്ള ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ ഫിംബ്രി എന്ന് പറഞ്ഞാൽ ആ ഒരു ഫ്ലജെല്ലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഷോർട്ടായിട്ടുള്ള ഒരു പാർട്ടാണ്. അതുപോലെ തന്നെ ഭയങ്കര കട്ടിയില്ലാത്ത ചെറിയ നാര് പോലായിട്ടായിരിക്കും ഈ ഫിംബ്രിയെ കാണപ്പെടാം. ഈ ഒരു ഫിംബ്രിയ പാർട്ടാണ് ഈ ഒരു ബാക്ടീരിയനെ വേറൊരു ബാക്ടീരിയ സെല്ലിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും സർഫസിലോട്ടോ അഡ്ഹഷൻ ചെയ്യാൻ, അതായത് അഡ്ഹഷൻ എന്ന് പറഞ്ഞാൽ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പാർട്ടാണ് ഏത് ഫിംബ്രി എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ ഒന്നും കൂടി ഈ സ്ട്രക്ചർ വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഇതാണ് ഒരു ബാക്ടീരിയൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു 3 പാർട്സുകളുണ്ട്. മെയിനായിട്ടും 2 ലെയേഴ്സാണ്. ഈ ഓറഞ്ച് കളറിൽ കാണപ്പെടുന്ന പ്ലാസ്മ മെംബ്രെയിനും പിന്നെ ബ്രൗൺ കളർ കാണപ്പെടുന്ന സെൽ മെംബ്രെയിനും. ഇതാണ് ഈ 2 ലെയറും എല്ലാ ബാക്ടീരിയാസിൻ്റെ കേസസിലും പ്രസൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ഒരു 2 ലെയേഴ്സാണ്. ഓക്കെ, ചില ബാക്ടീരിയാസിൻ്റെ കേസസിൽ കാണപ്പെടുന്ന ഒരു തേർഡ് ലെയറാണ് ക്യാപ്സ്യൂൾ എന്ന് പറയുന്നത്. ഇത് തിക്കായിട്ടുള്ള ലെയർ ആയിരിക്കും. അതുപോലെ നമ്മുടെ ബാക്ടീരിയ സെല്ലിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതും ഈ ഒരു ക്യാപ്സ്യൂൾ ലെയറാണ്. പിന്നെ ഏറ്റവും ഫസ്റ്റ് കാണുന്ന ലെയറിനെ പറയുന്ന പേരാണ് പ്ലാസ്മ മെംബ്രെയിൻ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് കാണപ്പെടുന്നതാണ് സെൽ വാൾ എന്ന് പറയുന്നത്. ഈ പ്ലാസ്മ മെംബ്രെയിൻ ഈ ഫസ്റ്റ്
ലെയർ ആയിട്ടുള്ള പ്ലാസ്മ മെംബ്രെയിൻ നമ്മുടെ സൈറ്റോപ്ലാസം ഈ ഒരു ഡോട്ട് സംഭവം ഈ സ്പ്രിങ് ആയിട്ട് എടുക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ പാടെ കിടക്കുന്നത് നമ്മുടെ ഈ സൈറ്റോപ്ലാസത്തിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഈ സൈറ്റോപ്ലാസത്തിൻ്റെ എൻക്ലോസ് ചെയ്തിട്ടാണ് ഈ പ്ലാസ്മ മെംബ്രെയിൻ കാണുന്നത്. ഈ സൈറ്റോപ്ലാസത്തിൽ കാണപ്പെടുന്ന മെറ്റീരിയൽസ് ആണ് ഏതൊക്കെ? ന്യൂക്ലിയോയിഡ്, പ്ലാസ്മിഡ്, അതുപോലെ തന്നെ റൈബോസോം. ഇതൊക്കെ ഈ കണ്ടന്റൊക്കെയാണ് ഈ സൈറ്റോപ്ലാസത്തിൽ കിടക്കുന്ന സാധനങ്ങൾ. ഓക്കെ, അപ്പം പറഞ്ഞു കഴിഞ്ഞു. ഫസ്റ്റ് ലെയറാണ് പ്ലാസ്മ മെംബ്രെയിൻ, സെക്കൻഡ് സെൽ വാള്, തേർഡ് ക്യാപ്സ്യൂൾ. അതുപോലെ തന്നെ ഈ ഒരു ലെയേഴ്സ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പാർട്ടുകളാണ് ഫ്ലജെല്ലം, അതുപോലെ തന്നെ പിലി അല്ലെങ്കിൽ ഫിംബ്രിയ എന്ന് പറയും. ഈ ഫ്ലജെല്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഒരു നമ്മുടെ ബാക്ടീരിയൽ സെല്ലിൻ്റെ സർഫസിന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് കാണപ്പെടുന്ന പാർട്ടിനെയാണ് എന്ത് പറയുക? ഫ്ലജെല്ലം എന്ന് പറയുന്നത്. ഉണ്ടോ ഒരു എക്സ്ട്രാ ഒരു പാർട്ട് ഫിറ്റ് ചെയ്ത് ഒരു വാല് പോലെ കാണപ്പെടുന്ന ഈ ഒരു പാർട്ടിനെയാണ് എന്ത് പറയുക? ഫ്ലജെല്ലം എന്ന് പറയുന്നത്. ഈ ഫ്ലജെല്ലാണ് ഒരു ബാക്ടീരിയനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഓർഗൻ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ലോക്കോമോട്ടറി ഓർഗൻ ഓഫ് ബാക്ടീരിയ, അതായത് ബാക്ടീരിയനെ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ഒരു പോർഷനാണ് എന്ത്? ഈ ഫ്ലജെല്ലം എന്ന് പറയുന്നത്. ഇത് ലോങ് ആയിട്ടുള്ള ഒരു നീളത്തിലുള്ള ഒരു പാർട്ടായിരിക്കും. അതുപോലെ തന്നെ ഫ്ലെക്സിബിൾ ആയിരിക്കും. അത് ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ് ബാക്ടീരിയക്ക് മൂവ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റുന്നത്. ഇല്ലെങ്കിൽ ഹാർഡ് ആയിട്ടാണെങ്കിൽ അതിന് മൂവ് ചെയ്യാൻ പറ്റത്തില്ല. ഫ്ലജെല്ലം എന്ന് പറഞ്ഞാൽ ലോങ് ആയിട്ടുള്ള ഒരു ഫ്ലെക്സിബിൾ പാർട്ടാണ് ഫ്ലജെല്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് പിലി അല്ലെങ്കിൽ ഫിംബ്രിയ എന്ന് പറയുന്നത്. ഈ ഫിംബ്രിയ നമ്മൾ ഫ്ലജെല്ലം പോലെ തന്നെയാണ്, പക്ഷെ അത്രയ്ക്ക് നീളമൊന്നുമില്ല, അത്ര കട്ടിയുമില്ല, ഭയങ്കര തിന്നായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു മുടികൾ പോലുള്ള സ്ട്രക്ചറായിരിക്കും ഈ ഫിംബ്രിയയ്ക്ക് ഉണ്ടാവുക. അതായത് കണ്ടോ, ഇതുപോലെ കുഞ്ഞു കുഞ്ഞു സംഭവങ്ങൾ, കുഞ്ഞു കുഞ്ഞു ഹെയർ ആയിട്ട് കാണപ്പെടുന്ന, ബാക്ടീരിയയുടെ ചുറ്റിനും കാണപ്പെടുന്ന കുഞ്ഞു കുഞ്ഞു ഹെയർസ് പോലുള്ള മുടികൾ പോലെ കാണപ്പെടുന്ന പാർട്ടിനെ നമ്മൾ ഫിംബ്രിയ അല്ലെങ്കിൽ പിലി എന്ന് പറയാം. ഇത് നമ്മൾ ഫ്ലജെല്ലമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്താണ്, ഭയങ്കര ചെറുതാണ്, കട്ടി വളരെ കുറവാണ്, തിന്നറാണ് ആയിട്ടൊക്കെയാണ് കാണപ്പെടുന്നത്. അതുപോലെ ഈ ഒരു ഫിംബ്രി അല്ലെങ്കിൽ പിലി എന്ന പോർഷനാണ് ബാക്ടീരിയനെ വേറൊരു സർഫസിലോട്ട് അഡ്ഹഷൻ ചെയ്യുന്നത്, അതായത് അറ്റാച്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഈ ഒരു ഫിംബ്രി എന്ന പാർട്ടാണ്. അതായത് അപ്പോൾ ദിസ് ഈസ് അബൌട്ട് ബാക്ടീരിയൽ സ്ട്രക്ചർ. ഇതാണ് ബാക്ടീരിയൽ സ്ട്രക്ചറിൻ്റെ ഒരു ചെറിയൊരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് നമ്മൾ പറയാൻ പോകുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് ബാക്ടീരിയ. ബാക്ടീരിയൻ്റെ ക്ലാസിഫിക്കേഷൻ മെയിനായിട്ടും ഡിവൈഡ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഷേപ്പ് ആൻഡ് മോർഫോളജി, സെൽവാള്, ഫ്ലജെല്ല, ഓക്സിജൻ ഡിപ്പെൻഡൻസ് ആൻഡ് മോട്ടിലിറ്റി, ഇങ്ങനെയുള്ള 5 കാര്യങ്ങൾ ബേസ് ചെയ്തിട്ടാണ് ബാക്ടീരിയൻ്റെ മെയിനായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അതിൽ ഫസ്റ്റ് വൺ ഷേപ്പ് ആൻഡ് മോർഫോളജി. ഓക്കെ, വെയിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ബാക്ടീരിയനെ മെയിനായിട്ടും ക്ലാസിഫൈ ചെയ്തിട്ടുള്ള 5 ടൈപ്പ് ആയിട്ടാണ്, 5 ക്യാരക്ടർ ബേസ് ചെയ്തിട്ടാണ് ബാക്ടീരിയനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ ഷേപ്പ് ആൻഡ് മോർഫോളജി, സെക്കൻഡ് വൺ സെൽ വാള്, തേർഡ് വൺ ഫ്ലജെല്ല, ഫോർത്ത് ഓക്സിജൻ ഡിപ്പെൻഡൻസ് ആൻഡ് ഫൈനലി മോട്ടിലിറ്റി. അതിൽ ഫസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ഷേപ്പ് ആൻഡ് മോർഫോളജി. ബാക്ടീരിയൻ്റെ ഷേപ്പ് ആൻഡ് മോർഫോളജി വെച്ചിട്ട് ബാക്ടീരിയനെ വീണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയാ വെച്ചാൽ കോക്കെ, ബാസില്ലൈ, വിബ്രിയോ ആൻഡ് സ്പൈറില്ല. അതായത് ബാക്ടീരിയൻ്റെ ഷേപ്പ് ആൻഡ് മോർഫോളജി വെച്ചിട്ട് ബാക്ടീരിയ വീണ്ടും 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെയാണ്, ഏതൊക്കെയാ വെച്ചാൽ കോക്കെ, ബാസില്ലൈ, വിബ്രിയോ ആൻഡ് സ്പൈറില്ല. അതിൽ ഫസ്റ്റ് വണ്ണാണ് കോക്കെ. കോക്കെ ഷേപ്പ്. ഈ കോക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ ദേ ആർ സ്ഫെറിക്കൽ ഓർ ഓവൽ സെൽ, അതായത് സ്ഫെറിക്കൽ റൗണ്ട് ആയിട്ടോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഈ ഒരു സെല്ലിനെ കാണപ്പെടാം. അപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ബാക്ടീരിയനെ എടുത്ത് മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ റൗണ്ട് ആയിട്ട് കാണപ്പെടുന്നെങ്കിൽ നമ്മൾ എന്താ റിപ്പോർട്ട് ചെയ്യുക? റൗണ്ട് സെൽഡ് ഓർഗാനിസം റിപ്പോർട്ട് ചെയ്യാൻ പാടില്ല. അപ്പോൾ റൗണ്ട് സെല്ല് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമ്മൾ എന്ത് വിചാരിക്കണം? അത് കോക്കെ ഷേപ്പാണ്. അതായത് ഒരു മൈക്രോസ്കോപ്പിൽ നമ്മൾ ബാക്ടീരിയനെ ഒബ്സർവ് ചെയ്യുമ്പോൾ റൗണ്ട് ഷേപ്പായിട്ടുള്ള സെല്ലുകൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാ പറയുക? കോക്കെ ഷേപ്പ്ഡ് ബാക്ടീരിയ എന്നാണ് പറയുക. അപ്പോൾ ഈ കോക്കെ ഷേപ്പുകൾ നമ്മൾ റൗണ്ട് ആയിട്ടാണ് കാണപ്പെടുന്നത് പറഞ്ഞു. ഈ റൗണ്ട് തന്നെ പല രീതികളിൽ, അതായത് 2 റൗണ്ട് സെല്ലുകൾ, 2 കോക്കെ സെല്ലുകൾ ഒരുമിച്ച് അറ്റാച്ച് ചെയ്തത്, അതുപോലെ 4 എണ്ണം 8 എണ്ണം ഒരു കൂട്ടായിട്ട്, അങ്ങനെ പല രീതിയിൽ ഈ കോക്കെ ഷേപ്പുകൾ മൈക്രോസ്കോപ്പിൽ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബേസിസിൽ വീണ്ടും ഈ കോക്കയിനെ
ആറായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. മോണോകോക്കെ, ഡിപ്ലോകോക്കെ, സ്റ്റഫൈലോകോക്കെ, സ്ട്രെപ്റ്റോകോക്കെ, ടെട്രാഡ് ആൻഡ് സർസീനിയ. അതായത് കോക്കൈൻ ഷേപ്പ്, നമ്മൾ കോക്കൈൻ എന്ന് പറഞ്ഞാൽ റൗണ്ട് ആയിട്ടായിരിക്കും അതിൻ്റെ ആ ഒരു സെല്ല് കാണപ്പെടാറ്. അപ്പോൾ അത് പല പല രീതികളിൽ റൗണ്ട് ഇനി കോക്കൈൻ ഷേപ്പ് തന്നെ പെയറായിട്ടോ അല്ലെങ്കിൽ കൂട്ടായിട്ടോ കാണപ്പെടുന്നതുകൊണ്ട് ഇത് വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണാണ് മോണോകോക്കെ. മോണോകോക്കെ എന്ന് പറഞ്ഞാൽ മോണോ എന്ന് പറഞ്ഞാൽ ഒരു വൺ എന്നർത്ഥം, അത് ഒരൊറ്റ ഒരു കോക്കേ സെല്ല് മാത്രം കാണാണ് ഈ റൗണ്ട്. സോറി, ഇപ്പം ഞാൻ വരച്ചത് റൗണ്ട് ഷേപ്പാണ്. അത് ഒരൊറ്റ റൗണ്ട് ഒരു ഓവൽ അല്ലെങ്കിൽ കോക്കേ സെല്ല് കാണാണെങ്കിൽ അത് നമ്മൾ മോണോകോക്കെ ബാക്ടീരിയ എന്ന് പറയും. അതുപോലെ ഈ ഒറ്റ റൗണ്ട് മാത്രം, ഒറ്റ റൗണ്ട് സെല്ല് മാത്രം കാണുകയാണെങ്കിൽ നമ്മളതിനെ മോണോകോക്കെ ബാക്ടീരിയ എന്നാണ് പറയുക. അതിന് ഈ ഒരു മോണോകോക്കെ ബാക്ടീരിയക്ക് എക്സാമ്പിളാണ് മോണോകോക്കസ് സ്പീഷീസ് എന്ന ഓർഗാനിസം. ഈ ഒരു സ്പീഷീസ് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ വെച്ച് ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരൊറ്റ സെല്ലുകൾ, റൗണ്ട് ആയിട്ടുള്ള കോക്കെ ഷേപ്പ്ഡ് സെല്ല് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത ഒരു ഇതാണ് സെക്കൻഡ് വൺ ആണ് ഡിപ്ലോകോക്കെ. അതായത് കോക്കെ ഇൻ പെയർസ്. ഈ കോക്കെ ഷേപ്പ് പെയറായിട്ട് കാണപ്പെടുന്നത് ഇതുപോലെ കണ്ടോ, ഇങ്ങനെ രണ്ടെണ്ണം ഒരുമിച്ച് ഒട്ടി നിൽക്കുന്നത് പോലെ കാണപ്പെടുന്നത് പെയറായിട്ട് കാണപ്പെടുന്ന ഷേപ്പുള്ള ബാക്ടീരിയസ് നമ്മൾ എന്താ പറയുക, ഡിപ്ലോകോക്കെ എന്നാണ് പറയുക. ഡിപ്ലോകോക്കെ എന്ന് പറയും. ആ ഒരു ഡിപ്ലോകോക്കെ ബാക്ടീരിയക്ക് എക്സാമ്പിളാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ. ഓക്കെ, അത് രണ്ട് സെല്ലുകൾ ഒരുമിച്ച് കാണുന്ന ബാക്ടീരിയാസ് നമ്മൾ ഡിപ്ലോകോക്കെ എന്ന് പറയും. അതിൻ്റെ എക്സാമ്പിളാണ് സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന് പറയുന്നത്. തേർഡ് വണ്ണാണ് സ്റ്റഫൈലോകോക്കെ. സ്റ്റഫൈലോകോക്കെ എന്നാൽ കോക്കെ ഇൻ ഗ്രേപ്പ് ലൈക്ക് സ്ട്രക്ചേഴ്സ്. അതായത് ഈ കോക്കെ ഒരു ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റേഴ്സിന് ഒരു കൂട്ടം പോലെ, ഒരു മുന്തിരിക്കൊലകൾ പോലെ കാണപ്പെടുന്നുണ്ട്. മൈക്രോസ്കോപ്പിൽ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു കൂട്ടായിട്ട് മുന്തിരിക്കൊലകൾ പോലെയാണ് കാണുന്നതെങ്കിൽ ആ ബാക്ടീരിയ നമ്മൾ എന്താ പറയുക, സ്റ്റഫൈലോകോക്കെ എന്ന് പറയാം. ഇതുപോലെ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു കൂട്ടായിട്ട് ഒരു മുന്തിരിക്കൊലകളൊക്കെ പോലെ കാണുകയാണെങ്കിൽ നമ്മൾ അതെന്താ പറയുക, സ്റ്റഫൈലോകോക്കെ ബാക്ടീരിയ എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് സ്റ്റഫൈലോകോക്കസ് ഓറിയസ് എന്നുള്ളൊരു ബാക്ടീരിയ. ഇനി ഫോർത്ത് വണ്ണാണ് സ്ട്രെപ്റ്റോകോക്കെ. സ്ട്രെപ്റ്റോകോക്കെ എന്ന് പറഞ്ഞാൽ കോക്കെ ഷേപ്പ്ഡ് ബാക്ടീരിയ ചെയിനായിട്ട് ഇതുപോലെ ചെയിനായിട്ട് ഇങ്ങനെ ഒരു മുത്തുമാല കോർത്തിട്ട പോലെ ഇങ്ങനെ കാണപ്പെടുന്ന ബാക്ടീരിയാസ് നമ്മൾ എന്താ പറയുക, സ്ട്രെപ്റ്റോകോക്കെ എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ടെട്രാഡ്. ഫിഫ്ത്ത് വണ്ണാണ് ടെട്രാഡ്. അതായത് കോക്കെ ഇൻ ഗ്രൂപ്പ് ഓഫ് 4. അതായത് ഒരു കോക്കെ സെല്ല് 4 എണ്ണമായിട്ട് അറേഞ്ച് ചെയ്ത് കാണപ്പെടുന്ന ബാക്ടീരിയാസ് നമ്മൾ എന്താ പറയുക, ടെട്രാഡ് എന്നാണ്. അതിൻ്റെ ഒരു പിക്ചറാണ്. 4 കോക്കെ സെല്ല് ഒരുമിച്ച് ജോയിൻ ചെയ്ത് നിൽക്കുന്ന ബാക്ടീരിയ നമ്മൾ എന്താ പറയുക, ടെട്രാഡ് എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് മൈക്രോകോക്കസ് സ്പീഷീസ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ സർസീന. അതായത് കോക്കെ ഇൻ ഗ്രൂപ്പ് ഓഫ് 8. അതായത് 8 എണ്ണം ഒരുമിച്ച് 8 കോക്കെ സെല്ലുകൾ 8 ബാക്ടീരിയൽ സെല്ല് ഒരുമിച്ച് കാണപ്പെടുന്ന ഗ്രൂപ്പിന് നമ്മൾ സർസീന എന്ന് പറയും. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. റോഡ് പോലെ ഒക്കെ, അപ്പോൾ ഇതാണ് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞു റോഡ് പോലെ കാണപ്പെടുന്ന ബാസിലെ ഷേപ്പ്ഡ് ബാക്ടീരിയ എന്ന് പറയാം. അതിന് എക്സാമ്പിൾ ഇത് സിംഗിളായിട്ടോ അല്ലെങ്കിൽ ഒറ്റക്കായിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ രണ്ടെണ്ണം ഒരുമിച്ച് പെയറായിട്ടോ ഒക്കെ കാണപ്പെടാറുണ്ട്. അതിന് എക്സാമ്പിളാണ് ഈക്കോളെ ആൻഡ് ക്ലെബ്ഷിയെല്ല ഒക്കെ. ഇതിന് ബാസിലെ ഷേപ്പ്ഡ് ബാക്ടീരിയക്ക് എക്സാമ്പിളാണ് ഈക്കോളെ. എക്സ്ക്രീഷ്യ കോളെ എന്ന ബാക്ടീരിയയും ക്ലെബ്ഷിയെല്ല എന്ന ബാക്ടീരിയക്ക് ഈ ഒരു ബാസിലേക്ക് എക്സാമ്പിളാണ്. ഇനി അടുത്താണ് വിബ്രിയോ. വിബ്രിയോ എന്ന് പറഞ്ഞാൽ കേർവ്ഡ് അല്ലെങ്കിൽ കോമ ഷേപ്പ്ഡ് ബാക്ടീരിയാസ് ആണ് വിബ്രിയോ എന്ന് പറയുന്നത്. അതായത് ഒരു കോമ ഷേപ്പ്ഡ്, നമ്മൾ കോമയൊക്കെ ഉണ്ടല്ലോ അതുപോലെയൊക്കെ കാണപ്പെടുന്ന ബാക്ടീരിയാസ് നമ്മൾ വിബ്രിയോ ഷേപ്പ്ഡ് ബാക്ടീരിയ എന്ന് പറയാം. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് വളഞ്ഞിട്ടൊക്കെ ആയിരിക്കും ഇത് കാണപ്പെടുക. അതിന് എക്സാമ്പിളാണ് വിബ്രിയോ കോളറി. ഈ വി എന്ന് പറഞ്ഞാൽ വിബ്രിയോൻ്റെ ഷോർട്ടാട്ടോ. വി എന്ന് പറയുന്നത് വിബ്രിയോ കോളറിയാണ് ഈ ഒരു വിബ്രിയോ ഷേപ്പിന് എക്സാമ്പിളായിട്ടുള്ള ബാക്ടീരിയ. ഇനി ഫോർത്ത് വൺ സ്പൈറില്ല. സ്പൈറില്ല നമ്മൾ സ്പൈറൽ അല്ലെങ്കിൽ സ്പ്രിംഗ് ലൈക്ക് സ്ട്രക്ചേഴ്സ് ഇതുപോലെ കണ്ടോ, സ്പൈറലായിട്ട് സ്പ്രിങ് പോലെയൊക്കെ ഇങ്ങനെ വളഞ്ഞ് കാണപ്പെടുന്ന ബാക്ടീരിയാസ് നമ്മൾ എന്താ പറയുക, സ്പൈറൽ ഷേപ്പ്ഡ് ബാക്ടീരിയ എന്നാണ്. അതിന് എക്സാമ്പിളാണ് സ്പൈറില്ലം വൊല്യൂട്ടൻസ്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ബേസ്ഡ് ഓൺ ഷേപ്പ് ആൻഡ് മോർഫോളജി. അതായത് മോർഫോളജിയും ഷേപ്പ് ആൻഡ് മോർഫോളജി വെച്ചിട്ട് ബാക്ടീരിയ ഡിവൈഡ് ചെയ്തത് 4 ടൈപ്പ് ആയിട്ടാണ്: ബാസിലെ, വിബ്രിയോ, സ്പൈറില്ല.
ഓക്കെ. ഇനി അടുത്ത സെക്കൻഡ് വൺ ആണ് ബേസ്ഡ് ഓൺ സെൽ വാൾ. സെൽ വാളിൻ്റെ ബേസിസിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് 2 ടൈപ്പായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അത് ഗ്രാം പോസിറ്റീവ് ആൻഡ് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ. അല്ലെങ്കിൽ ഗ്രാം പോസിറ്റീവ് ഗ്രാം നെഗറ്റീവ് നമ്മൾ എങ്ങനെ തിരിച്ചറിയുക വെച്ചാൽ ഒരു സ്റ്റെയിനിങ് മെത്തേഡ് വഴിയാണ്. സ്റ്റെയിനിങ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയൽ സെല്ലിന് കളർ കൊടുക്കുന്ന അതിനെയാണ് സ്റ്റെയിനിങ് എന്ന് പറയുക. അതായത് ഡിഫറെൻറ്റ് കളേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ആ ബാക്ടീരിയൻ്റെ സെല്ലിന് കളർ കൊടുത്തിട്ട് നമ്മളിത് ഏത് ടൈപ്പാണെന്ന് മനസ്സിലാക്കാം. അങ്ങനെയുള്ള സ്റ്റെയിനിങ് മെത്തേഡാണ് ഗ്രാം സ്റ്റെയിനിങ് കേട്ടോ. ഈ ഒരു ഗ്രാം സ്റ്റെയിനിങ് എന്ന മെത്തേഡ് വെച്ചിട്ട് നമ്മൾ ബാക്ടീരിയൻ്റെ സെല്ലിന് കളർ കൊടുക്കും. അല്ലെങ്കിൽ ഗ്രാം സ്റ്റെയിനിൽ യൂസ് ചെയ്യുന്ന 2 ടൈപ്പ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കളേഴ്സ് ഉണ്ട്, ക്രിസ്റ്റൽ വയലറ്റ് ആൻഡ് സഫ്രാനി. ഈ ക്രിസ്റ്റൽ വയലറ്റ് കിട്ടുന്ന ബാക്ടീരിയൽ സെല്ലിന് നമ്മൾ എന്താ പറയുക, ഗ്രാം പോസിറ്റീവ് എന്നും, സഫ്രാനിന് അതായത് കൗണ്ടർ സ്റ്റെയിൻ എന്ന് പറയുന്നതാണ് സഫ്രാനി. ഈ സഫ്രാനിൻ്റെ കളർ കിട്ടുന്ന ബാക്ടീരിയ നമ്മൾ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്ന് പറയും. ഇതാണ് അതിൻ്റെ ഒരു പിക്ചോറിക് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഗ്രാം സ്റ്റെയിനിങ് എന്നുള്ള ഒരു സ്റ്റെയിനിങ് മെത്തേഡ് കഴിഞ്ഞിട്ടുള്ള ഒബ്സർവേഷനാണ് ഇത് പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞു ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ ക്രിസ്റ്റൽ വയലറ്റിന്, ഈ ഒരു ക്രിസ്റ്റൽ വയലറ്റ് എന്ന സ്റ്റെയിനിൻ്റെ കളർ ഒന്നുകിൽ വയലറ്റോ അല്ലെങ്കിൽ ബ്ലൂ കളേർഡ് ആയിട്ടായിരിക്കും നമ്മൾ സെല്ല് കാണുക. അപ്പോൾ നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഒബ്സർവ് ചെയ്യുമ്പോൾ ഒരു ബ്ലൂ കളറായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയുക, ഗ്രാം പോസിറ്റീവ് ബാക്ടീരിയ. അല്ല ഞാൻ അതിന് പകരം സഫ്രാനിൻ്റെ ആയിട്ടുള്ളൊരു പിങ്ക് കളറാണ് കാണുന്നതെങ്കിൽ, ഇതുപോലെ പിങ്ക് കളർ സെല്ലിന് പിങ്ക് കളറായിട്ടാണ് കാണുന്നതെങ്കിൽ ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ എന്നും പറയും. ഇനി അടുത്തത് ആണ് ക്ലാസിഫിക്കേഷൻ. ഫ്ലജല്ലൻ്റെ ബേസിൽ ബാക്ടീരിയനെ 5 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എട്രൈക്കസ്, മോണോട്രൈക്കസ്, ലോഫോട്രൈക്കസ്, ആംഫിട്രൈക്കസ് ആൻഡ് പെരിട്രൈക്കസ്. എട്രൈക്കസ് എന്ന് പറഞ്ഞാൽ ഒരു ബാക്ടീരിയൻ്റെ സെല്ലിൽ നോ ഫ്ലജല്ല, ഫ്ലജല്ല ഇല്ലാത്ത ബാക്ടീരിയൻ്റെ സെല്ലിനെയാണ് നമ്മൾ എന്ത് പറയുക, എട്രൈക്കസ് എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് ക്ലോസ്ട്രിഡിയം ഡിഫ്തീരിയ. ഓക്കെ. ഇനി സെക്കൻഡ് വൺ ആണ് മോണോട്രൈക്കസ്. ഓക്കെ, വെയിറ്റ്. ഓക്കെ, അപ്പം പറഞ്ഞു 5 ടൈപ്പ്: എട്രൈക്കസ്, മോണോട്രൈക്കസ്, ലോഫോട്രൈക്കസ്, ആംഫിട്രൈക്കസ് ആൻഡ് പെരിട്രൈക്കസ്. ഇതിൽ എട്രൈക്കസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരൊറ്റ ഫ്ലജല്ലയും ബാക്ടീരിയൻ്റെ സെല്ലിൽ കാണപ്പെടില്ല. അതിനെയാണ് എട്രൈക്കസ് എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് ഡിഫ്തീരിയ. അതായത് ഒരു ബാക്ടീരിയ സെല്ലായിട്ട് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ അതിന് ഫ്ലജല്ല ഒന്നും ഇല്ലെങ്കിൽ അതിന് എട്രൈക്കസ് ബാക്ടീരിയ എന്ന് പറയും. അതുപോലെ തന്നെ സെക്കൻഡ് വൺ ആണ് മോണോട്രൈക്കസ്. മോണോട്രൈക്കസ് എന്ന് പറഞ്ഞാൽ 1 ഫ്ലജല്ല അറ്റാച്ച്ഡ് ടു 1 എൻഡ് ഓഫ് ബാക്ടീരിയ. അതായത് ഒരു ബാക്ടീരിയൻ്റെ സെല്ല്, ഈ വരച്ചിട്ടുള്ള ബാക്ടീരിയൻ്റെ സെല്ലായിട്ട് ഇമാജിൻ ചെയ്യാം. ആ ബാക്ടീരിയൻ്റെ സെല്ലിൻ്റെ ഒരു എൻഡിൽ 1 എൻഡിൽ ഒരൊറ്റ ഫ്ലജല്ല മാത്രം ഇങ്ങനെ കാണപ്പെടുകയാണെങ്കിൽ അത് നമ്മൾ എന്താ പറയുക, മോണോട്രൈക്കസ് ഫ്ലജല്ല എന്ന് പറയും. മോണോട്രൈക്കസ് ബാക്ടീരിയ എന്നാണ് പറയാം. അതിന് എക്സാമ്പിളാണ് വിബ്രിയോ കൊളറ. The third one, Lophotrichus. Lophotrichus എന്ന് പറഞ്ഞാൽ bunches of flagella attached to one end. അതായത് ബാക്ടീരിയൽ സെല്ലിൻ്റെ ഒരൊറ്റ എൻഡിൽ ഒരു ബഞ്ചസ് ഓഫ് ഫ്ലജല്ല, അതായത് ബാക്ടീരിയൻ്റെ ഒരു കൂട്ടം, ഇങ്ങനെ ഒരുപാട് ഒരു കൂട്ടായിട്ട് ബാക്ടീരിയാസ് കാണപ്പെടുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, ലോഫോട്രൈക്കസ് ബാക്ടീരിയ എന്ന് പറയും. അതിന് എക്സാമ്പിളാണ് സ്യൂഡോമോണാസ്. ഓക്കെ. അതുപോലെ തന്നെ ഫോർത്ത് വണ്ണാണ് ആംഫിട്രൈക്കസ്. ആംഫിട്രൈക്കസ് എന്ന് പറഞ്ഞാൽ ബഞ്ചസ് ഓഫ് ഫ്ലജല്ല പ്രസൻറ്റ് ബോത്ത് എൻഡ് ഓഫ് ദി ബാക്ടീരിയ. അതായത് ബാക്ടീരിയ സെല്ലിൻ്റെ 2 എൻഡ് സൈഡിലും ഒരു കൂട്ടം, ഒരു ബഞ്ച് ഓഫ് ഫ്ലജല്ല കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ആംഫിട്രൈക്കസ് ബാക്ടീരിയ എന്ന് പറയും. ഓക്കെ. ഇനി എക്സാമ്പിളാണ് റോഡോസ്പൈറിലം റൂബ്രം. ഇനി ഫിഫ്ത്ത് വണ്ണാണ് പെരിട്രൈക്കസ്. പെരിട്രൈക്കസ് എന്ന് പറഞ്ഞാൽ ഫ്ലജല്ല ആർ ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ദി എൻറ്റയർ ബാക്ടീരിയ. അതായത് ബാക്ടീരിയൽ സെല്ലിൻ്റെ എല്ലാ ഭാഗത്തും എന്താണ് ഈവൺ ആയിട്ട് ഒരേപോലെ ഫ്ലജല്ലാസ് കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്താ പറയുക, പെരിട്രൈക്കസ് എന്ന് പറയും. ഇതുപോലെ എല്ലാ ഭാഗത്തും കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ പെരിട്രൈക്കസ്. അപ്പോൾ ഓക്കെ, നമ്മൾ എട്രൈക്കസ് എന്ന് പറഞ്ഞാൽ ഫ്ലജൽ ഇല്ലാത്ത ഒരു ബാക്ടീരിയൽ സെല്ലിനെയാണ് നമ്മൾ എട്രൈക്കസ് എന്ന് പറയുക. അതായത് ഒറ്റ ഫ്ലജലും ആ സെല്ലിൻ്റെ പുറത്ത് കാണപ്പെടില്ല. മോണോട്രൈക്കസ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഫ്ലജലിൽ മാത്രം ഒരു എൻഡിൽ കാണപ്പെടും. ലോഫോട്രൈക്കസ് ആണെങ്കിൽ ഒരു എൻഡിൽ ഒരു ബഞ്ച്, ഒരു കൂട്ടം ഫ്ലജല്ല കാണപ്പെടുന്ന ബാക്ടീരിയ നമ്മൾ ലോഫോട്രൈക്കസ് എന്നും, 2 എൻഡിലും ബഞ്ച് ഓഫ് ഫ്ലജല്ല കാണുന്നുണ്ടെങ്കിൽ അതിന് ആംഫിട്രൈക്കസ് എന്നും, അതിന് ചുറ്റിനും ഈവൺ ആയിട്ട് ഫ്ലജല്ല ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിന് പെരിട്രൈക്കസ് എന്നും പറയും. അതിന് എക്സാമ്പിളാണ് ബാസിലസ് സ്പീഷീസ്. ഓക്കെ, ദിസ് ഈസ് അബൌട്ട് ഫ്ലജല്ല ക്ലാസിഫിക്കേഷൻ. ഇനി ഫോർത്ത് വണ്ണാണ്
ബേസ്ഡ് ഓൺ ഓക്സിജൻ ഡിപ്പെൻഡൻസ്. അതായത് ഓക്സിജൻ്റെ യൂസേജ് അനുസരിച്ച് ബാക്ടീരിയനെ ഡിഫറെൻറ്റ് ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ എയറോബ്, സെക്കൻഡ് വൺ ഒബ്ലിഗേറ്റ് എയറോബ്, പിന്നെ ഒബ്ലിഗേറ്റ് അനേറോബ്, ഫാക്കൾട്ടേറ്റീവ് അനേറോബ് ആൻഡ് മൈക്രോഫിലിക് എയറോബ്. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ ആണ് എയറോബ്സ്. എയറോബ്സ് ആണ് ദാറ്റ് റിക്വയേഴ്സ് ഓക്സിജൻ ഫോർ ഗ്രോത്ത്. അതായത് എയറോബിക് ബാക്ടീരിയാസിന് വളരെ ഓക്സിജൻ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്സിജൻ ഇല്ലാണ്ട് ഈ ഒരു ഓക്സിജൻ്റെ പ്രസൻസിൽ മാത്രമേ ഈ ഒരു ടൈപ്പ് ബാക്ടീരിയാസിന് ഗ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇതിനെ എയറോബിക് ബാക്ടീരിയാസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ നമ്മൾ ഈക്കോളെ, സ്റ്റഫൈലോകോക്കസ് ഒക്കെ ഈ ഒരു എയറോബിക് ബാക്ടീരിയക്ക് എക്സാമ്പിളാണ്. ഇനി സെക്കൻഡ് വൺ ആണ് ഒബ്ലിഗേറ്റ് എയറോബ്. ഒബ്ലിഗേറ്റ് എയറോബ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയ ദാറ്റ് കനോട്ട് ഗ്രോ വിത്തൗട്ട് ഓക്സിജൻ ഫോർ ഗ്രോത്ത്. അതായത് ഓക്സിജൻ്റെ പ്രസൻസ് ഇല്ലാണ്ട് ഒരിക്കലും ഈ ഒരു ബാക്ടീരിയക്ക് ഗ്രോ ചെയ്യാൻ പറ്റത്തില്ല. അതായത് നമ്മുടെ ഓക്സിജൻ്റെ ഒരു എമൗണ്ടിന് എന്തെങ്കിലും ചെറിയൊരു വേരിയേഷൻ തന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ ഈ ഒരു ടൈപ്പ് ഒബ്ലിഗേറ്റ് ടൈപ്പ് ബാക്ടീരിയാസ് ചത്തുപോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഓക്സിജൻ്റെ പ്രസൻസ് മസ്റ്റായിട്ടും വളരാൻ വേണ്ടിയിട്ട് മസ്റ്റായിട്ടും ആവശ്യമുള്ള ബാക്ടീരിയാസ് ആണ് ഒബ്ലിഗേറ്റ് എയറോബ് എന്ന് പറയാം. എയറോബ് എന്ന് പറഞ്ഞാലും ഓക്സിജൻ്റെ പ്രസൻസിൽ ഗ്രോ ചെയ്യാൻ കഴിവുള്ള ബാക്ടീരിയാസ് തന്നെയാണ്. പക്ഷേ അതൊരു ഓക്സിജൻ്റെ എമൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻ വന്നു കഴിഞ്ഞാലും അത് ആ ഒരു ഉള്ള ഓക്സിജൻ വെച്ചിട്ട് ഗ്രോ ചെയ്യാൻ കഴിയും. പക്ഷേ ഒബ്ലിഗേറ്റ് എയറോബ്സിന് ഓക്സിജൻ്റെ പ്രസൻസ് എന്തെങ്കിലും വേരിയേഷൻ വന്നു കഴിഞ്ഞാൽ ഗ്രോ ചെയ്യാൻ കഴിയത്തില്ല. അതിൻ്റെ ഓക്സിജൻ മസ്റ്റായിട്ടും ആവശ്യമാണ്. അതിൻ്റെ എക്സാമ്പിളാണ് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിസ് ആൻഡ് വിബ്രിയോ കോളറ. ഓക്കെ, ഈ തേർഡ് വൺ ആണ് ഒബ്ലിഗേറ്റ് അനേറോബ്സ്. ഒബ്ലിഗേറ്റ് അനേറോബ്സ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ ആബ്സെൻസിൽ ഗ്രോ ചെയ്യാൻ കഴിവുള്ള ബാക്ടീരിയാസിനെയാണ് ഒബ്ലിഗേറ്റ് അനേറോബിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. അതായത് ഓക്സിജൻ്റെ ചെറിയ പ്രസൻസ് എങ്ങാനും അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഫാക്കൾട്ടേറ്റീവ് അനേറോബ്സ് ഫാക്കൾട്ടേറ്റീവ് അനേറോബ്സ് പറഞ്ഞാൽ യൂഷ്വലി എയറോബിക് ആണ് ഗ്രോ ബാക്ടീരിയോയിഡ്സ് ഒക്കെ. ഓക്സിജൻ്റെ പ്രസൻസിൽ ഈ രണ്ട് ടൈപ്പ് ബാക്ടീരിയസ് ആബ്സെൻസിൽ ഗ്രോ ചെയ്യാൻ കഴിയുന്ന ബാക്ടീരിയസ് നമ്മൾ ഫാക്കൾട്ടേറ്റീവ് അനേറോബ്സ് എന്നാണ് പറയുക. അതിന് എക്സാമ്പിളാണ് എൻഡ്രോബാക്ടീരിയ. ഇനി ലാസ്റ്റ് വൺ മൈക്രോ എയറോഫിൽസ്. മൈക്രോ എയറോഫിൽസ് എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ ലെസ്സർ എമൗണ്ടിൽ നന്നായിട്ട് ഗ്രോ ചെയ്യാൻ കഴിവുള്ള ബാക്ടീരിയാസിനെ മൈക്രോ എയറോഫിലിക് ബാക്ടീരിയ എന്ന് പറയുന്നത്. ഓക്സിജൻ്റെ ലെസ് എമൗണ്ട്, വളരെ കുറച്ച് എമൗണ്ട് ഓക്സിജൻ്റെ പ്രസൻസിൽ നന്നായിട്ട് ഗ്രോ ചെയ്യാൻ കഴിവുള്ള ബാക്ടീരിയാസിനെയാണ് നമ്മൾ എന്ത് പറയുക, മൈക്രോ എയറോഫിലിക് ബാക്ടീരിയ എന്ന് പറയാം. അതിന് എക്സാമ്പിളാണ് ക്യാംഫൈലോബാക്ടർ. അതുപോലെ ചില ബാക്ടീരിയാസിനെ കാർബണിൻ്റെ ഓക്സൈഡിൻ്റെ പ്രസൻസിലും വളരാൻ കഴിയും. അങ്ങനെയുള്ള ബാക്ടീരിയാസ് നമ്മൾ പറയുന്ന പേരാണ് കാർബോക്സിലിക് ബാക്ടീരിയ അല്ലെങ്കിൽ ക്യാപ്നോഫിലിക് ബാക്ടീരിയ എന്ന് പറയാം. അതായത് ഓക്സിജൻ്റെ പ്രസൻസിലല്ല കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രസൻസിൽ ഗ്രോ ചെയ്യാൻ കഴിവുള്ള ബാക്ടീരിയാസിനെ പറയുന്ന പേരാണ് കാർബോഫിലിക് ബാക്ടീരിയ ആൻഡ് ക്യാപ്നോഫിലിക് ബാക്ടീരിയ. അങ്ങനെ എക്സാമ്പിളാണ് ബ്രൂസെല്ല അബോട്ടസ്. ഓക്കെ, ഇനി ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആണ് ബേസ്ഡ് ഓൺ മോട്ടിലിറ്റി. അതായത് മോട്ടിലിറ്റി പറഞ്ഞാൽ എന്താണ്, മൂവ്മെൻറ്റിന് സഹായിക്കുന്ന ബാക്ടീരിയ. മോട്ടൈൽ എന്ന് പറഞ്ഞാൽ മൂവ്മെൻറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്, മൂവ് ചെയ്യാനുള്ള കഴിവിന്. ആ ഒരു കഴിവിനെ ബേസ് ചെയ്തിട്ട് ബാക്ടീരിയനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, മോട്ടൈൽ ബാക്ടീരിയ ആൻഡ് നോൺ മോട്ടൈൽ ബാക്ടീരിയ. മോട്ടൈൽ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഫ്ലജെല്ല ഉള്ള ബാക്ടീരിയാസ് നമ്മൾ മോട്ടൈൽ ബാക്ടീരിയ എന്ന് പറയാം. നോൺ മോട്ടൈൽ ബാക്ടീരിയ എന്ന് പറഞ്ഞാൽ ഫ്ലജെല്ല ഇല്ലാത്ത ബാക്ടീരിയാസ് നമ്മൾ നോൺ മോട്ടൈൽ ബാക്ടീരിയ എന്ന് പറയും. മോട്ടൈൽ ബാക്ടീരിയ എക്സാമ്പിളാണ് ഈക്കോളെ, വിബ്രിയോ കോളറ ഒക്കെ. മൂവ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ബാക്ടീരിയാസ് ആണ് ആരൊക്കെ, ഈക്കോളെ ആൻഡ് വിബ്രിയോ. ഈ സെക്കൻഡ് വൺ നോൺ മോട്ടൈൽ ബാക്ടീരിയ, അതിന് എക്സാമ്പിളാണ് ക്ലെബ്ഷിയല്ല, സ്റ്റെഫൈലോകോക്കസ്. ഈ രണ്ട് ഓർഗാനിസത്തിനൊന്നും മൂവ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്, അവരുടെ ആ ഒരു സെൽ സ്ട്രക്ചറിൽ ഫ്ലജെല്ല ആബ്സെൻ്റ് ആയിരിക്കും. ഫ്ലജെല്ല ആബ്സെൻ്റ് ആയതുകൊണ്ടാണ് അവർക്ക് നോൺ മോട്ടൈൽ, അതായത് ബാക്ടീരിയ എന്ന് പറയുന്നത്. അതായത് അവർക്ക് മൂവ് ചെയ്യാൻ കപ്പാസിറ്റി ഇല്ല. ഫ്ലജെല്ല ഉള്ള ബാക്ടീരിയാസിനൊക്കെ മൂവ് ചെയ്യാനും കഴിയും, അതുവരെ മോട്ടൈൽ ബാക്ടീരിയ എന്ന് പറയാം. ദിസ് ഈസ് അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. ഇതാണ് ഇന്നത്തെ ക്ലാസ്. അതായത് ബാക്ടീരിയ, അതിൻ്റെ ചെറിയ ഡെഫിനിഷൻ, അതിൻ്റെ സ്ട്രക്ചർ, എക്സ്പ്ലനേഷൻ ആൻഡ് ക്ലാസിഫിക്കേഷൻ. ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലായിട്ട് ചോദിക്കുക. ഇന്നലത്തെ വീഡിയോസ് എല്ലാവരും കണ്ടെന്ന് തോന്നണം. കുറച്ച് കഴിഞ്ഞ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കുക. ഓക്കെ, താങ്ക് യു.